പ്രതികാര നടപടി എന്ന നിലക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ വൈകുന്നത് എന്നൊരു സംശയമാണ് പൊതുവെ ആളുകൾക്കുള്ളത്. എന്തുകൊണ്ടും പാകിസ്ഥാനെ ആക്രമിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാകിസ്ഥാൻ്റെ പല ഭാഗത്തും ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്. നമ്മുടെ സിന്ധു നദീജലം തുറന്നു വിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഗ്രാമങ്ങളിൽ പ്രളയമുണ്ട്. ജലം നിയന്ത്രിച്ചതിൻ്റെ ഫലമായി ചിലയിടങ്ങളിൽ വരൾച്ചയുണ്ട്. കൃഷിയിടങ്ങളൊക്കെ നശിച്ച് നാശോന്മുഖമായി പോയിട്ടുണ്ട്. അതോടൊപ്പം സിന്ധ് പ്രവിശ്യ, ഖൈബർ പസ്തൂൺ പ്രവിശ്യ, അതുപോലെ ബലൂചിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ പാകിസ്ഥാനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊരു ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ബലൂചിസ്ഥാൻ്റെ നല്ലൊരു ഭാഗവും BLA അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. മേഖലയിലെ പ്രധാനപ്പെട്ട പർവ്വത പ്രദേശങ്ങൾ, നഗരങ്ങൾ ഒക്കെ തന്നെ ഇവരുടെ നിയന്ത്രണത്തിലാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ ഉദ്യോഗസ്ഥന്മാരെയും പട്ടാളക്കാരെയും പോലീസുകാരെയും ഒക്കെ അടിച്ചോടിച്ചുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ മേഖലയുടെ പരിപൂർണമായ നിയന്ത്രണം ബലൂചിസ്ഥാൻ ആർമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേ അവസ്ഥ തന്നെയാണ് സിന്ധിലുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് പഷ്തൂൺ മേഖലയിലുള്ളത്. അതുകൊണ്ട് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയെ മാത്രം നോക്കിയാൽ പോരാ, ഇന്ത്യയുടെ ആക്രമണം മാത്രം നോക്കിയാൽ പോരാ, ഈ 3 മേഖലയിലുള്ള ആഭ്യന്തര കലാപങ്ങളെ കൂടി അമർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ രാജ്യത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് ആദ്യം രംഗത്ത് വന്നിരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. അമേരിക്ക സഹായിക്കുകയില്ല എന്ന് പറഞ്ഞു. ചൈനയും സഹായിക്കുമെന്ന് തോന്നുന്നില്ല, തുർക്കിയും സഹായിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇനിയും അമാന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ശക്തമായൊരു തിരിച്ചടി ഉടനടി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഭാരതീയരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് ഓരോ ഭാരതീയനും കാത്തു നിൽക്കുന്നതും. സംഗതി ഒരു യുദ്ധം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടവും ആൾനഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന സംഗതികളാണ്. എന്നിരുന്നാലും തക്കതായൊരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തേ മതിയാകും. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല.